കൊടുത്താൽ കൊല്ലത്തു നിന്നും കിട്ടും എന്നൊരു പ്രമാണമുണ്ട്. അതാണ് ഇപ്പോൾ ഹംഗ്രി മുന്നാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളുള്ള എല്ലാ ഹോട്ടലിലും കയറി ഇറങ്ങി ഏകദേശം 95% കുറ്റങ്ങൾ മാത്രം പറഞ്ഞു നടന്ന ഒരു വ്ളോഗറായിരുന്നു മൃണാൾ. ഇപ്പൊ പുള്ളിക്കാരന്റെ ഹോട്ടലിൽ കയറുന്ന 95% ആൾക്കാരും കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. സാധാരണ ആൾക്കാർ എന്താ ചെയ്യാ, എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നെഗറ്റീവ് പറയാൻ കാരണം എന്ന് മനസ്സിലാക്കി അത് പോസിറ്റീവ് ആക്കാനാണ് നോക്കല്. പക്ഷെ പുള്ളിക്കാരൻ അതല്ല, അഭിപ്രായം പറയുന്നവരെ കുറ്റം പറയുന്നു ലൈവില് വന്നിട്ട്. ചെങ്ങായി ഈ ഹോട്ടലിൽ തുടങ്ങുന്നതിന് മുന്നേ ആലോചിക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ചെറുകിട ഹോട്ടലുകളിലും കയറി, സാധാരണക്കാരന്റെ ഹോട്ടലിൽ കയറി കുറ്റം മാത്രം പറഞ്ഞ് നടന്നിരുന്ന ഒരു വ്ളോഗറായിരുന്നു. അപ്പം ഇതേപോലെ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ പുള്ളിക്കാരന്റെ ഏറ്റവും മെയിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് സാധാരണക്കാർക്കുള്ള ഹോട്ടൽ എന്നായിരുന്നു. 20 രൂപയ്ക്ക് ചോറ്, 20 രൂപയ്ക്ക്. അതായത് പിന്നീട് മനസ്സിലായി എല്ലാ ഒരു സ്റ്റോക്ക് വരെ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അപ്പം ഇതേപോലെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ മുന്നേ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എത്രത്തോളം ആൾക്കാർ എന്റെ വീഡിയോസിന് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് അല്ല നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ അനലൈസ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ മാർക്കറ്റിങ്ങും PR ഒക്കെ ചെയ്ത് റിയാലിറ്റിയിലേക്ക് കടന്നപ്പോ പൂച്ച ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ്. എന്താന്നല്ല, അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന എല്ലാ വ്ളോഗർമാർക്കും നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ. ആ ഒരു നെഗറ്റീവ് പറയുമ്പോഴുള്ള അവരൊരു ആകാംക്ഷയൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരന്റെ മനസ്സ് ഒരുക്കുന്നുണ്ടാവും.